നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട. ഒരു ചായയെങ്കിലും. ഒന്നും വേണ്ട. ആകെ ബുദ്ധിമുട്ടായല്ലേ? എനിക്കോ? ഞാൻ കാരണം നിങ്ങൾക്കല്ലേ കൂടുതൽ ബുദ്ധിമുട്ടായത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ വാനിൽ ഇങ്ങനെ കറങ്ങുന്ന പാടാ. നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തൊന്ന് ഫ്രഷ് ആയാലോ? അപ്പൊ ഇത് നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ആ ഹോട്ടൽ മാനേജറുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഏയ്, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അന്വേഷിക്കാം. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഇത് വൈഫാണോ? കണ്ടറിഞ്ഞൂടെ? സോറി, സാറ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടൊക്കെ കൊടുത്താൽ മതി എന്നാ. വർഗീസ്, ആ 250 ഒന്ന് റെഡിയാക്കി കൊടുക്ക. അഡ്വാൻസ് വെച്ചോ. സാറേ, കുടിക്കാൻ ചായ കാപ്പിയോ ഹാർലിക്സ് എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇരിക്കെ. സൂസന് വേറൊന്നും തോന്നരുത്. വൈഫാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ റൂം തരില്ല. അതുകൊണ്ടാ. ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ജോസൂട്ടി മരിക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ക്യാമ്പിന് പോയിരിക്കായിരുന്നു. കാർ അപകടത്തെപ്പറ്റി പേപ്പറിൽ വായിച്ചു. പക്ഷെ മരിച്ച ജോസൂട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സൂസൻ കരയാതിരിക്കും. നഷ്ടപ്പെട്ടതൊന്നും കരഞ്ഞതുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ജോസൂട്ടിയുടെ പെങ്ങളൊരു ഹോട്ടലിലെ പാട്ടുകാരിയായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂസൻ എങ്ങനെയാ അവിടെ എത്തിയത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിധി. സംഗീതം പഠിച്ചതുകൊണ്ട് ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആന്റിയുടെ ബ്രദർ അലക്സ് വീട്ടിൽ വന്നത്. ഇവിടത്തെ ലോക്കൽ ക്ലബ്ബുകാരുടെ ഗാനമേളകൾ പാടാൻ പോയാൽ ആരറിയാനാ? കാശും കിട്ടില്ല, ചീത്തപ്പേര് മാത്രം മിച്ചം. അവള് വീട്ടിലിങ്ങനെ മുനി പോലെ കുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പാടാൻ പോകുന്നത്? മനസ്സിലെങ്കിലും സന്തോഷം കിട്ടുമല്ലോ. ഏയ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അളിയന് മനസ്സിലായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ലത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യനുണ്ടോ? സൂസൻ എങ്ങനെ പാടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ദൂരദർശനിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓഫീസറാ. അയാളോട് പറഞ്ഞ് ടി വി ഞാൻ പാടിപ്പിക്കാം. 4 ആൾ അറിയുകയും ചെയ്യും, നല്ല കാശും കിട്ടും. ടി വിയിൽ പാടാൻ പോണു. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനുള്ളതാ. അതിനുള്ള ശബ്ദം വല്ല ഇവൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നീ അവൾക്ക് ടി വിയിൽ പാടാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അല്ല, സൂസൻ എവിടെ? എടി സൂസ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നു എല്ലാം കേട്ടോണ്ട്. സൂസന് ടി വി പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ നാളെ തന്നെ റെഡിയായിക്കോ. പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഞാനില്ലേ കൂടെ. കൂടി വന്നാൽ അയാൾ ഒരു പാട്ട് പാടാൻ പറയും. ഒരു പാട്ടങ്ങ് പാടി വയ്ക്കണം. ആദ്യമായിട്ടാണല്ലേ ഇത്രയും വലിയ ഹോട്ടൽ കയറുന്നത്. ആട്ടെ, സൂസനെ കുടിക്കാൻ എന്താ വേണ്ടേ?
എന്തായാലും മതി. ഹലോ, റൂം സർവീസ് 245. 1 coffee and 1 fresh lime. Okay. ഹലോ, ഞാനാ അലക്സ്. അതെ, ജയപ്രാശിന്റെ റൂമിലാ. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്റെ കസിന് ടിവിയിൽ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വന്നാ. അതെ, സിംഗറാ. യെസ്, ജാരിയും ചിത്രയൊക്കെ ഔട്ടാവും. എന്നാ ശരി, ഓക്കെ, വൈകിട്ട് കാണാം. സാർ കോഫി. അവിടെ വച്ചേക്ക്. ടിവിയിലെ പാട്ടും ഇന്റർവ്യൂവും ഒക്കെ അയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിരുന്നു. എന്നിട്ടും ചിറ്റപ്പന്റെ ആന്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. മുറിവേറ്റ മനസ്സുമായി ഇരുണ്ട മുറിയിൽ ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ പാടിയിരുന്ന ട്രൂപ്പിലെ വയലിനിസ്റ്റ് വഴി ചാന്ദിനി ഹോട്ടലിൽ പാട്ടുകാരിയായി ജോലി കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി. സൂസൻ വിഷമിക്കണ്ട, അയാൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. കഴിഞ്ഞ കഥകളൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും തുറന്നു പറയാറില്ല. സൂസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനസ്സ് കാണാൻ എനിക്ക് കഴിയും. അയ്യോ, സൂസന്റെ കഥ കേട്ടിരുന്നപ്പോ വാനിലിരിക്കുന്ന ഡെഡ് ബോഡിയുടെ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി തന്നെ അത് കളഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ഗോപി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അവൻ ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടുമാവോ? എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ ശരിയാ, നീ തന്നെയാണ്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു, എനിക്കാ? എണ്ണത്തിന് മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. നീ എന്താ അവരയച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേരളം എന്റെ വണ്ടിയിൽ. ആ പൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയില ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം എന്ന് വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്. സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്. ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും. എവിടാ പണം? അയ്യോ, ഏത് പണം? വെറുതെ തടി കേടാക്കണ്ട. ഫിലിം പെട്ടിക്കകത്ത് കിട്ടിയ പണം എവിടെയാണ്? സത്യം പറഞ്ഞു. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ഞങ്ങളുടെ കൈ കിട്ടുന്നുള്ള സത്യമാണ്. പക്ഷേ പെട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതെ, മിസ്സായിപ്പോയി. മര്യാദയ്ക്ക് ചോദിച്ചാലും അവന്മാര് സത്യം പറയില്ല.
എനിക്കറിയില്ല, എനിക്കറിയില്ലെന്ന് പറയണം. വാനിനകത്ത് സൂട്ട് കേസിനകത്തുണ്ട്. നേരാണോടാ? നമുക്കൊരു കാര്യം ചെയ്യാം, ആ പണം പകുതി പകുതി എടുക്കാം. 50-50 പകുതി. അതെന്താ ന്യായം? നോക്കണം. പോലീസ് 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 ഓടിക്കും ഓടിക്കും ഓടിക്കും. മതി, നിർത്ത്. മിടുക്കന്മാർ, ഈ പണം തിരിച്ചിട്ടുവെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ, തുറക്കടാ. ഓക്കെ. എന്താണ് കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടി കയറി? ഇത് തീർന്നിറക്കണ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ. അവന്മാർ പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്താണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ? എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെയും കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സാമിയുടെ അടുത്ത് ആളിയല്ലും. അവിടെ ഇല്ലാന്ന് അറിയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ല എന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന് എല്ലാരും അറിയും. സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിംപെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ? അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുലിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട, ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി. ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ. അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും.